ഹായ്, നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ഇന്ന് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ അറേ ക്വസ്റ്റ്യൻ ആണ് ഇത്രയും നമ്മൾ ചെയ്തത്. ഇന്നൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതാണ് പാറ്റേൺ. അത് മലയാളം എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ നിന്ന് ഈ ഒരു പാറ്റേൺ, അത് എം എം എ എം എൽ എം എൽ എ അങ്ങനെ പോയി മലയാളം എന്ന ഈ ഒരു പാറ്റേൺ കിട്ടത്തക്ക രീതിയിലുള്ള ഇതാണ് പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ സ്റ്റാർ പാറ്റേൺ ഈ സെയിം രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം 1 സ്റ്റാർ, then 2 സ്റ്റാർ, then 3 സ്റ്റാർ, 4 സ്റ്റാർ, അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സെയിം മാതൃകയിലുള്ള ഒരു പാറ്റേൺ ആണിത്. സ്റ്റാറിന് പകരം ലെറ്റേഴ്സ് ആണ് വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെ, അത് ഔട്ടർ ലൂപ്പ് ഇപ്പോൾ I1 ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് എന്ന് പറഞ്ഞ ഔട്ടർ ലൂപ്പ് വന്നിട്ട് ഇന്നർ ലൂപ്പിൽ എന്ത് ചെയ്യും? ഇതിപ്പോ ഐയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇന്നർ ലൂപ്പിന്റെ വാല്യൂ 1, ഐയുടെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ഇന്നർ ലൂപ്പിന്റെ വാല്യൂ 2. അതായത് റോ എത്ര റോ ഉണ്ടോ, ഫസ്റ്റ് റോ ആണെങ്കിൽ 1 സ്റ്റാർ, സെക്കൻഡ് റോ ആണെങ്കിൽ 2 സ്റ്റാർ. അപ്പോൾ ഔട്ടർ ലൂപ്പിലുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നർ ലൂപ്പിലെ വാല്യൂസ്. അറിയാലോ. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് റോയില് 1 വാല്യൂ, സെക്കൻഡ് റോയില് 2 വാല്യൂ, തേർഡ് റോയില് 3 വാല്യൂ, അങ്ങനെ 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 9th റോയില് 9 വാല്യൂസ്. ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. ഈ സെയിം സ്റ്റാർ പാറ്റേണിന്റെ പ്രോഗ്രാം തന്നെ ഓലോചിച്ചാൽ മതി. ആകെ വാല്യൂല് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. നമ്മൾ ഇത്രയും നാളും അറേയുടെ പ്രോഗ്രാമിന് ഈ ഒരു #stdio.h മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്യാരക്ടേഴ്സ്, സ്ട്രിംഗ് വാല്യൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഹെഡർ ഫയലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എറർ വരുന്നതായിരിക്കും. സി ലാംഗ്വേജിൽ വേറെ എന്ത് പ്രോഗ്രാമിനും നമ്മൾ ഇപ്പോൾ .io.h കൊടുത്തില്ലെങ്കിലും വിഷയമില്ല. പക്ഷേ string.h, സ്ട്രിംഗ് ഫങ്ഷൻസ്, ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹെഡർ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. മെയിനില് ഞാനിവിടെ സ്ട്രിങ്ങില് മലയാളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതിനെ ഇങ്ങനെ ഓരോരോ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ എം എ ഇങ്ങനെ എൽ അങ്ങനെ കൊടുത്ത് എം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എം കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ വരില്ല. കാരണം ഇത് സ്ട്രിങ് ആയതുകൊണ്ട് എപ്പോഴും ലാസ്റ്റിലൊരു /0 കൊടുത്തിരുന്നത്. അത് സ്ട്രിങ്ങിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സ്ട്രിങ് വാല്യൂ എപ്പോൾ ഡിക്ലെയർ ചെയ്താലും ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡിക്ലെയർ ആണ്. ലാസ്റ്റിൽ ഒരു /0 വേണം, എന്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും വർക്കാവും. ഓക്കെ, സ്ട്രിങ് ക്യാരക്ടർ str എന്ന് പറഞ്ഞിട്ടൊരു അറേയില് മലയാളം എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ കൊണ്ടുവെക്കുകയാണ്. പിന്നെ പഴയപടി തന്നെ I, J, ഇത് റോയ്ക്കും ഇത് കോളത്തിനും. ഓക്കെ, ഇനി പഴയപടി തന്നെ, അതായത് നമ്മൾ സ്റ്റാർ പാറ്റേണിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് I = 1 സ്റ്റാർട്ട് ചെയ്തു. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 കൊടുത്ത കാരണം 9 റോസ് ആണ് ഉള്ളത്. ഓക്കെ, 9 റോസ് ഉള്ളത് കൊണ്ട് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഓക്കെ, എന്നിട്ട് ഇന്നർ ലൂപ്പിൽ കയറുന്നു. ഇന്നർ ലൂപ്പും സ്റ്റാർ പാറ്റേൺ പോലെ തന്നെ 0 സ്റ്റാർട്ട് ചെയ്യാൻ കാരണമുണ്ട്. കാരണം നമ്മളത് അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അറേയുടെ എപ്പോഴും അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇൻഡെക്സിലാണ്. അതുകൊണ്ടാണ് ഞാൻ 0 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇന്നർ ലൂപ്പില് I = 1 ആണ്. ഓക്കെ, I = 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണോ? യെസ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഇന്നർ ലൂപ്പിൽ കയറുന്നു. ഇന്നർ ലൂപ്പിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? J = 0. ഓക്കെ, 0 ലെസ് ദാൻ 1 ആണോ? അതിന്റെ വാല്യൂ 1 ആണല്ലോ. 0 ലെസ് ദാൻ 1 ആണോ? കണ്ടീഷൻ ട്രൂ. ഇനി എന്താണ് ചെയ്യുന്നത്? %c, കാരണം ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. %c str(j). അപ്പൊ J എന്താണ്? str(0), അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. str(0) എന്താണ്? M. അത് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്തു. ദെൻ പിന്നെ നേരിട്ട് ഔട്ടർ ലൂപ്പിൽ പോയില്ല, ഇന്നർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഔട്ടർ ലൂപ്പിൽ പോകുന്നു. ദെൻ ജെയുടെ വാല്യൂ ഒന്ന് കൂടി, J 1 ആയി. 1 ലെസ് ദാൻ 1 ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് ഈ ലൂപ്പ് എക്സിറ്റ് ആയി. ഈ ലൂപ്പ് എക്സിറ്റ് ആയിട്ട് പിന്നെ എന്താ വരുന്നത്? printf/n അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് /n എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വരും, നെക്സ്റ്റ് ലൈനിലോട്ട് വരും. ദെൻ
ഐയുടെ വാല്യൂ എന്താണ്? 2. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണോ? അതെ. ദെൻ ഇന്നർ ലൂപ്പിലോട്ട് വന്ന് ജെയുടെ വാല്യൂ 0. 0 ലെസ് ദാൻ 2 ആണോ? അതെ. അപ്പോൾ str ഓഫ് 0 പ്രിന്റ് ആവും. എന്താണ്? എം പ്രിന്റ് ആവും അല്ലെ? അടുത്തത് ജെയുടെ വാല്യൂ ഒന്നുകൂടി 1 ആവും. 1 ലെസ് ദാൻ 2 ആണോ? അതെ. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ str ഓഫ് 1 പ്രിന്റ് ചെയ്യുന്നു. ദെൻ ജെയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ 2 ആണോ? അല്ല. ദെൻ ഈ ഇന്നർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് താഴെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. പ്രിന്റ് ഓഫ് സ്ലാഷ്. അപ്പോ എം എ പ്രിന്റ് ചെയ്തിട്ട് താഴോട്ട് വരും. ഈ പ്രോസസ് തന്നെയാണ് ഫുള്ളിലും ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്തു, ദെൻ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വന്നിട്ട് അടുത്ത 2 വാല്യൂ പ്രിന്റ് ചെയ്തു. അങ്ങനെ 9th റോ വരെ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ 9th റോ വരെ കാണിക്കാത്തതിന്റെ കാരണം നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർ പാറ്റേൺ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. നിങ്ങൾ സ്റ്റാർ പാറ്റേൺ ഓർത്തുകൊണ്ട് ഇത് ചെയ്താൽ മതി. ആകെ ഈ ഒരു ലൈൻ, അതായത് മലയാളം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. എന്നിട്ട് ഒരിക്കലും ഇവിടെ 1 കൊടുക്കരുത്, അറേ ആയതുകൊണ്ട് 0 സ്റ്റാർട്ട് ചെയ്യുക, ലെസ് ദാൻ i. ഇത് നമ്മുടെ ശരിക്കും സ്റ്റാർ പാറ്റേൺ പോലെ തന്നെയാണ്. ഇവിടെയുമാണ് വ്യത്യാസം വരുന്നത്. സ്റ്റാർ പാറ്റേണിന് നമുക്ക് ഇങ്ങനൊരു വാല്യൂയുടെ കാര്യമില്ല, അറേയുടെ കാര്യമില്ല, ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് പ്രോഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.